ദീപ നിശാന്ത് നമ്മൾ ഇടയ്ക്ക് തൃശ്ശൂർ കേരളവർമ്മയിലെ അതെ അതെ മറ്റേ കവിത ബാക്കികൾ കേൾക്കുന്നില്ല. കവിത ഫോട്ടോസ്റ്റാറ്റ് അല്ല കോപ്പി കലേഷിന്റെ കവിത കോപ്പി അടിച്ചിട്ട് അതെ കലേഷാണ് കോപ്പി അടിച്ചത് എന്ന് പറഞ്ഞ ആള്. അതെ അതേ ദീപ നിശാന്ത് ഇപ്പം VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദത്തിലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞാലോ? ഒന്നാം തരം കോപ്പി അടി. അന്ന് കലേഷിനെ കോപ്പി അടിച്ചെങ്കിൽ ഇപ്പൊ എം എൻ വിജയൻ മാഷില്ലേ, വിജയൻ മാഷിനെ കോപ്പി അടിച്ചത്. ഇന്നലെ VS മരിച്ച ഉടനെ ദീപ നിശാന്ത് ഒരു FB പോസ്റ്റ് ഇട്ടു. ആ FB പോസ്റ്റ് ഇങ്ങനെയാണ്: തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തിത്തീർന്നാലും തീ പിന്നെയും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ചിന്തയുടെ അഗ്നിപാതയിൽ ശ്രദ്ധിക്കണം. ആത്മനാശത്തിൻ്റെ അംശമുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ പടരുകയാണെന്നോ സ്വയം ഇല്ലാതായി തീർന്നിട്ട് മറ്റുള്ളവരിൽ ജീവിക്കുന്നുവെന്നോ ആണോ? എന്താ കുളിര് വരുന്നല്ലേ, ഭാവന ഭൂതകാല കുളിരോ അങ്ങനെയൊക്കെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പുള്ളിക്കാർ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ അതിൻ്റെ ഒറിജിനൽ കണ്ടുപിടിച്ചു. അതായത് MN വിജയൻ മാഷ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം, MN വിജയൻ കോട്ടബിൾ കോട്ട്സ് എന്നടിച്ചു കൊടുത്താൽ MN വിജയൻ മാഷിൻ്റെ കോട്ട് കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ് MN വിജയൻ മാഷ് പറഞ്ഞ ഒരു കോട്ട്, അഗ്നി പടർത്താൻ ഉപയോഗിച്ച, അഗ്നിയെ പുള്ളിക്കാരി തീയാക്കി, അഗ്നി പടർത്താൻ ഉപയോഗിച്ച എന്നുള്ളത് തീ പിടിപ്പിക്കാൻ എന്നാക്കി. അഗ്നി പടർത്താൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തിത്തീർന്നാലും തീ പിന്നെയും പടർന്നുകൊണ്ടിരിക്കും. കേട്ടല്ലോ. എന്നിട്ട് വിജയൻ മാഷ് ഉപയോഗിച്ച് അഗ്നിബാധയിൽ, ഭരണിയുടെ ബായാണ്, അഗ്നിബാധയിൽ ഒരു പക്ഷേ ചിന്തയുടെ അഗ്നിബാധയിൽ ആത്മനാശത്തിൻ്റെ അംശമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ പടരുന്നുവെന്നോ സ്വയം ഇല്ലാതായി തീർന്നിട്ട് അതിൽ ജീവിക്കുന്നുവെന്നോ ആണ്. അതൊരു സാഫല്യമാണ്. ഒന്ന് തന്നെയല്ലേ? ആണല്ലേ? ആണ്. അപ്പോൾ ഇതിങ്ങനെ 1 മണിക്കൂറോളം ഈ ദീപ ടീച്ചറുടെ ആത്മപ്രകാശനം, VSൻ്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ദീപ ടീച്ചർ എഴുതിയ ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ അങ്ങനെ അനുയായികളെ കൊരിത്തെരിപ്പിച്ച് ആവേശഭരിതരാക്കിക്കൊണ്ട് നിലകൊണ്ടു. അപ്പോഴാണ് വിജയൻ മാഷിൻ്റെ വന്നത്, ഒറിജിനൽ വന്ന്. ദീപ ടീച്ചർ പെട്ടോ? ദീപ ടീച്ചർ വിടുവോ? ദീപ ടീച്ചർ ഉടനെ എന്ത് ചെയ്തു? 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ, ആദ്യത്തത് ഇല്ല കേട്ടോ. അപ്പോൾ ഓർത്ത് MN വിജയൻ മാഷിൻ്റെ ഒരു കോട്ട്, ഇതാര് കാണാൻ? അങ്ങനെയല്ലോ, ഇതേ പ്രത്യേകിച്ച് പുള്ളിക്കാരി എഴുതുമ്പോൾ പുള്ളിക്കാരിയുടെ പ്രധാനപ്പെട്ട വിരോധം ഇതായതുകൊണ്ട് ആളുകൾ, ഞാനെന്താ ഉദ്ദേശിച്ചത്, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതാണ്. നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? ഞാനതെന്നെ ഉദ്ദേശിച്ചത് തെരഞ്ഞു പിടിച്ചു പോയതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എഡിറ്റ് ചെയ്ത് ബ്രാക്കറ്റിൽ MN വിജയൻ എന്ന് വെച്ചു. ബ്രാക്കറ്റിൽ അപ്പോൾ പിന്നെ ഇത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അവിടെയും പെട്ടു. കാരണം പുള്ളിക്കാരി ചിന്തയുടെ അഗ്നിപാതയിൽ എന്നാണ് പറഞ്ഞത്. ആത്മനാശത്തിൻ്റെ അംശമുണ്ട്. ചിന്തയുടെ അഗ്നിപാതയിൽ ആത്മനാശത്തിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞാൽ പ്രയോഗ വൈകല്യമുണ്ട്. വിജയൻ മാഷ് എഴുതിക്കുന്നറിയോ? അഗ്നിബാധയിൽ നിന്ന്, ബാധയിൽ നിന്ന്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് കൊടുത്തു MN വിജയന് തെറ്റുപറ്റിയായിരിക്കുക. ഒന്നും വരത്തില്ല. അത് കാരണം പായാക്കി പുള്ളിക്കാരി ഒരു വിരിച്ചിട്ടു. പക്ഷെ വിജയൻ മാഷ് ശരിക്കും തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ് എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു വാക്കുള്ളത് പാവൻ ടീച്ചർക്ക് അറിയാതെ പോയി. ടീച്ചറല്ലേ, പഠിച്ചു വരുന്ന. എന്തായാലും പക്ഷെ എഴുത്തുകാരിയാണേ. അപ്പോൾ വിജയൻ മാഷിനെ അങ്ങനെ എടുത്ത് പ്രയോഗിച്ച് ദീപ ടീച്ചർ പിന്നെയും പെട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ദീപ ടീച്ചർ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ ജനക്കൂട്ടത്തിലൂടെ VSൻ്റെ ശവമഞ്ചവുമായി വരുന്ന ചിത്രം. ആ ചിത്രം കണ്ടിട്ട് ഒരാൾ ഒരു കുറിപ്പിട്ടു. ഷിംന അസീസ് എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അവരുടനെ ഒരു കുറിപ്പിട്ടു. അവർക്ക് മറ്റേ വിജയൻ മാഷിൻ്റെ കോപ്പി അടിച്ചെന്ന് മനസ്സിലായില്ല. ഈ പടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഡൂഡിൽ മുനി അരോഷ് തേവടത്തിൽ വരച്ച ചിത്രമാണ്. ആരോ അവൻ്റെ സിഗ്നേച്ചർ കളഞ്ഞ് സൗകര്യപൂർവ്വം പ്രചരിപ്പിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കാണുന്നു. ദീപ ചേച്ചി പടം ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിടാമോ? അപ്പോൾ ദീപ ടീച്ചർ പടവും എഡിറ്റ് ചെയ്ത് മാറ്റി. അപ്പോൾ എഴുത്ത് മാത്രമല്ല, പടവും കോപ്പി അടിച്ചായിരുന്നു. അപ്പോൾ ഈ ഷിംന അസീസിന് ഈ വരികൾ കണ്ടപ്പോൾ മഹതിയായ ദീപ ടീച്ചർ എഴുതിയതാണെന്ന് കരുതിയിട്ടാണ് ഈ പടം തെറ്റിപ്പോയെന്നുള്ളത്. അപ്പോൾ വരികൾ മാത്രമല്ല, പടവും കോപ്പി അടിച്ചു ദീപ ടീച്ചർ. അപ്പോൾ ഇത് പരക്കെ ശ്രദ്ധിക്കപ്പെട്ടു, ചർച്ചയായി. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ ടീച്ചർ
പെട്ടു. അപ്പോൾ ഈ ഷിംന അസീസിനോട് അനീഷ് PR എന്ന് പറഞ്ഞ ആൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ആരോടായി പറയുന്നത്? MN വിജയൻ്റെ കോട്ട് പകർത്തി എഴുതിയിട്ട് അതിൽ പോലും പല വാക്കുകളും തെറ്റായി എഴുതിയിട്ട് കടപ്പാട് വെച്ചിട്ട് എന്താ കാര്യം? കോപ്പി അടിച്ചാലും അക്ഷരത്തെറ്റ്. ആശാൻ അക്ഷരം തെറ്റിയാൽ പഠിക്കുന്ന പിള്ളേരുടെ കാര്യം ഓർത്താണ് എൻ്റെ ശങ്ക. അപ്പോൾ ഇത് ഇപ്പം ഒരാൾ വന്ന് ചോദിക്കുന്നു, ഷിബു S ചോദിക്കുന്നു, ഷിംന അസീസ് ഇതും തൂക്കിയോ? അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ദീപ നിശാന്ത് എന്ന് പറയുന്ന എഴുത്തുകാരി, അവർ 3-4 പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല കാണാൻ കുലീനയായ ഒരു നല്ല ചിരിയൊക്കെയുള്ള ഒരു അധ്യാപികയാണ്. തൃശ്ശൂർ കേരളവർമ്മയിൽ അധ്യാപികയാണ്. സഖാവാണെന്നുള്ളത് വളരെ പ്രത്യേകം. അവർ അഭിമാനത്തോടെ പറയുന്നു. CPMൻ്റെ പ്രചാരകയാണ്. അവരെന്താണ് കുറേ കാലമായി ചെയ്യുന്നത്? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു തവണ മോഷ്ടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു ആ കവിത അദ്ദേഹത്തെ അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു കക്ഷി എഴുതി കൊടുത്താണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് എൻ്റേതായിട്ട് പ്രസിദ്ധീകരിച്ചു. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്. കവിതയും കഥയും ഒക്കെ എഴുതുന്ന ആൾ വേറൊരാളുടെ സാധനം കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെയാണ് എന്ന് ഭാവിക്കുന്നത് എൻ്റെ തെറ്റ്, അല്പത്തരം. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞ് എനിക്കത്ര വിശ്വാസമുള്ള ആളായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത ആളെ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഇത് കലേഷിൻ്റെയാണ്. കലേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മലയാളം വരികയിലെ സബ് എഡിറ്ററാണ്. മലയാളം വരിയുടെ പത്രാധിപ സമിതി അംഗമാണ്. എനിക്കറിയാം, എൻ്റെ കൂടെ ഞാൻ കേരള മോദിയുടെ ബ്യൂറോ ചീഫ് ആയിരിക്കുമ്പോൾ അവിടെ ട്രെയിനി ആയിട്ട് വന്ന് സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് പ്രസ് അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള തിരുവല്ലക്കാരനായ S കലേഷ് മിടുക്കനായൊരു ജേർണലിസ്റ്റാണ്. നല്ല ഒന്നാന്തരം കവിയാണ്. കവിതകളൊക്കെ അന്നേ എഴുതുമായിരുന്നു. കവിതാ സമാഹാരമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന യുവ കവികളിൽ ഒരാളാണ് കലേഷ്. കലേഷിൻ്റെയാണ് ഈ കവിത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദീപക് ടീച്ചർ അന്ന് ചെയ്തെന്താണ്? കലേഷിനെ ഒരുപാട് തെറിയായിരുന്നു. കലേഷിനെ ഒന്നുമല്ല, കലേഷാണ് കോപ്പി അടിച്ചത്. അങ്ങനെ ഒരു കവിതയാണ്, ഞാൻ എഴുതിയ കവിതയാണ്, എൻ്റെ കവിത കലേഷ് കോപ്പി അടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അതിന് ദീപക് ടീച്ചറെ കുറ്റം പറയാൻ പറ്റില്ല. ദീപക് ടീച്ചർക്ക് അതുകൊണ്ട് കൊടുത്ത ആളെ അത്രമാത്രം ദീപക് ടീച്ചർക്ക് വിശ്വാസമായിരുന്നു. ആ ആൾ ഒരിക്കലും തന്നെ ചതിക്കില്ല എന്ന് ദീപക് ടീച്ചർ കരുതിപ്പോയി. അതുകൊണ്ട് ദീപക് ടീച്ചർ ആ കവിത പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തോടുള്ള വിശ്വാസം കൊണ്ട് ദീപക് ടീച്ചർ പറഞ്ഞു കലേഷാണ് കോപ്പി അടിച്ചത്. കാരണം അദ്ദേഹം വലിയ മഹാപ്രതിഭയാണല്ലോ. ആ മഹാപ്രതിഭ ഒരു കവിത എഴുതിയിട്ട് ഇത് എൻ്റെയാണ് കുട്ടി, നീ നിൻ്റെതാണെന്ന പേരിൽ പ്രസിദ്ധീകരിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള ആഴമേറിയ വിശ്വാസം കൊണ്ട് ദീപക് ടീച്ചർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തള്ളിപ്പറയാനും അവിശ്വസിക്കാനും തയ്യാറായില്ല. അങ്ങനെയാണ് കലേഷിനെതിരെ പോസ്റ്റ് ഇട്ടത്. അവസാനം പിന്നെ കുറേ ഉരുണ്ട് മെഴുകി അവസാനം പണ്ടാറടങ്ങി വലിയ വിവാദമായിരുന്നു അല്ലേ കലേഷിൻ്റെ കവിതാമോഷണം. അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടായതിനു ശേഷവും ദീപക് ടീച്ചർ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു ഈഗോയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മലയാളത്തിൽ നല്ല വായനയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊരു സാധനം കോപ്പി അടിച്ചാൽ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിക്കും. ഒരു കോളേജ് അധ്യാപികയായ, സാമൂഹ്യ പ്രവർത്തകയായ, നാളെ ഇടതുപക്ഷം ഒരു സീറ്റ് കൊടുത്താൽ മത്സരിക്കണമെന്ന് ഉള്ളിലെങ്കിലും ആഗ്രഹമുള്ള നിർബന്ധിച്ചാൽ പിന്നെ ഞാൻ മത്സരിച്ച് ജയിച്ച് രാജ്യത്തെ ജനങ്ങളെ സേവിക്കാതെ എനിക്ക് പറ്റുമോ? അത് പറ്റില്ല. ഞാനാണെങ്കിലും ഇത് ചെയ്യും കേട്ടോ. ദീപക് ടീച്ചറിനെ കുറിച്ച് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കണേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മളല്ല. അപ്പോൾ പിന്നെ ഈ ദീപക് ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരിക. നാണക്കേടാണ് കേട്ടോ, വലിയ നാണക്കേടാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്? ഇപ്പോൾ ദീപയടി എന്ന് പറഞ്ഞൊരു പ്രയോഗം പോലും ഉണ്ട്. ദീപയടിച്ചു. മലയാള ഭാഷയ്ക്ക് ദീപക് ടീച്ചർക്ക് അഭിമാനിക്കാം. ദീപക് ടീച്ചർ എന്താണ്, ചിരഞ്ജീവിയാണ്. കാരണം മലയാളത്തിന് ഒരു വാക്ക് സംഭാവനയായി കിട്ടി. ഇപ്പോൾ സറ്റേർ പോലെ, സർക്കാസം പോലെയാണ് ദീപയടി എന്ന് പറയുന്നത്. കുറേ കാലം കഴിയുമ്പോൾ അതൊരു മലയാളത്തിൽ ഉറച്ചു പോകുന്നൊരു പദമായി മാറും. പക്ഷേ എനിക്ക് ദീപക് ടീച്ചറിനെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ക്ലെപ്റ്റോമാനിയ എന്നൊരു സംഭവമുണ്ട്. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും അടിച്ചെടുക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ്. ചിലപ്പോൾ ഒരിക്കലാണ് നമ്മൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, വലിയ കാശുകാരൊക്കെയാണ്, എവിടെ പോയാലും ഒരു സാധനം അടിച്ചു മാറ്റിയിരിക്കും. അങ്ങനെ ഒരു കഥാപാത്രമുള്ള സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നെങ്കിൽ അവിടുത്തെ ഒരു മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയിറ്റ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു വാച്ച്, ഒരു 10,000 വാച്ച് വീട്ടിലുണ്ടാവും, 10 ലക്ഷം രൂപയുടെ വാച്ച് വാങ്ങാനുള്ള പൈസയും ഉണ്ടാവും. എന്നാലും ഒരു സാധനം അടിച്ചു മാറ്റണം. ഇത് അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരു കാണുമ്പോൾ ഒരു ത്വരയാണ്. ആ ത്വരയാണ് ക്ലെപ്റ്റോമാനിയ. ഈ ക്ലെപ്റ്റോമാനിയ ഉള്ള ആളുകൾ ഈ വസ്തുക്കൾ അടിച്ചു മാറ്റുമോ എന്ന് കേട്ടിട്ടുണ്ട്. സാഹിത്യം അടിച്ചു മാറ്റുമോ എന്നെനിക്കറിയില്ല. പിന്നെ ഈ സാഹിത്യം അടിച്ചു മാറ്റുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് സഖാക്കളുണ്ട്. ആ സഖാക്കൾക്ക് വലിയ വലിയ പദവികൾ. ഇപ്പോൾ സുനിൽ P. ഇളയിടം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ പ്രബന്ധം വേറെ കണ്ടെന്ന് അതേപടി അടിച്ചു മാറ്റി കോപ്പി പേസ്റ്റ് ചെയ്താണെന്നുള്ള ഭയങ്കര ആക്ഷേപം
കുറേ കാലമായി നിലവിലുണ്ട്. അത് ഇപ്പോഴും അദ്ദേഹം ചാലഞ്ച് ചെയ്തിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അത് സോഷ്യൽ മീഡിയയിലൊക്കെ കമ്പോട് കമ്പ്, അതായത് അദ്ദേഹം എഴുതിയതും ഒറിജിനലും ഒരേപോലെ പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. സുനിൽ പി ഇളയിടം പക്ഷേ ഇപ്പോഴും വലിയ സാംസ്കാരിക പ്രവർത്തനം, കേരളത്തിൻ്റെ ബുദ്ധിജീവിയാണ്. നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെയല്ല, ഓർക്കുന്നില്ല? അതെ 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 മറ്റേ പപ്പു എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കുറേ ആളുകൾ വന്ന് അടിഞ്ഞു ചേരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിയിട്ടുണ്ട്. അതപ്പതിച്ചു അല്ലേ? ശരിക്കും ഇത്തരത്തിലുള്ള ആളുകളെ ഉൾക്കൊണ്ടിട്ട് ആ പാർട്ടിയുടെ ഒരു വശം അങ്ങ് എൻ്റെ പോന്നീനോ ആല് കിളുത്താൽ അമ്പ എന്ത് വലുപ്പം ആലിന്, അത് മാത്രമല്ല അവിടെ ഒരു കിളി കൂടും വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ കാലം മാറിയിരിക്കുക. അപ്പോൾ ദീപ ടീച്ചർ അവരുടെ ജോലി പൂർവാധികം ഭംഗിയായി തുടരട്ടെ. സഖാവ് VSൻ്റെ നിര്യാണത്തിൽ നമുക്കും ദീപ ടീച്ചറിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാം. പക്ഷേ അഗ്നിപാത എന്നല്ല, അഗ്നിബാധ ഭരണിയുടെ അതിനും ഒരു അർത്ഥമുണ്ട്. വിജ്ഞാനം, അറിവെന്നൊക്കെയാണ് ബാധ എന്ന് പറഞ്ഞാൽ. ബാധയല്ല, ബാധ ടീച്ചർ ഒരിക്കലും എന്ന് മറക്കരുത്. ഒരു വാക്ക്, പുതിയ വാക്കുകൾ, കവിതയും കഥയൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഒരു വാക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. ശബ്ദധാരാവലി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മലയാളത്തിലെ മിക്കവാറും പദങ്ങളൊക്കെ അതിലുണ്ട്. ടീച്ചർ ഒരു കോപ്പി വാങ്ങുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ ടീച്ചർ നമ്മളെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഒരു കോപ്പി ടീച്ചർക്ക് നമ്മൾ ശബ്ദധാരാവലിയുടെ ഒരു കോപ്പി നമുക്ക് സമ്മാനമായി കൊടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.